ഹലോ കൂട്ടുകാരെ, വെയ്റ്റ് സെക്ഷൻ്റെ ഇന്നത്തെ ടോപ്പിക് ബേസ് എക്സാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി എക്സാം ഇല്ലായിരുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പഠിച്ചിട്ട് മാത്രം എക്സാം എഴുതുക. ജസ്റ്റ് ചോദ്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ ആ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ എക്സാം എഴുതുകയാണെങ്കിൽ പഠിച്ചതിന് ശേഷം അത് പരീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അതൊരു ഉപകാരമായിരിക്കും. നമുക്കിനി ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് കാരണമായ നിർദ്ദേശങ്ങൾ ഏതാണ്? ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് കാരണമായ നിർദ്ദേശങ്ങൾ ഏതാണ്? രണ്ടാമത്തെ ചോദ്യം: ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായ വർഷമേത്? ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായ വർഷമേത്? മൂന്നാമത്തെ ചോദ്യം: ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായപ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ? മൂന്നാമത്തെ ചോദ്യമാണ്: ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായപ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? നാലാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം? ആറാമത്തെ ചോദ്യം: തക്ഷശിലയുടെ അവശിഷ്ടങ്ങൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? തക്ഷശിലയുടെ അവശിഷ്ടങ്ങൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഏഴാമത്തെ ചോദ്യം: നളന്ദ സർവകലാശാല ആക്രമിച്ച് നശിപ്പിച്ചത് ആരാണ്? ഏഴാമത്തെ ചോദ്യമാണ്: നളന്ദ സർവകലാശാല ആക്രമിച്ച് നശിപ്പിച്ചത് ആരാണ്? എട്ടാമത്തെ ചോദ്യം: അക്കാഡമി എന്ന പഠന കേന്ദ്രം ആരംഭിച്ചത് ആര്? അക്കാഡമി എന്ന പഠന കേന്ദ്രം ആരംഭിച്ചത് ആരാണ്? ഒമ്പതാമത്തെ ചോദ്യം: നവോദയ വിദ്യാലയങ്ങൾ ആരംഭിച്ചത് ഏതു പ്രധാനമന്ത്രിയുടെ കാലത്താണ്? നവോദയ വിദ്യാലയങ്ങൾ ആരംഭിച്ചത് ഏതു പ്രധാനമന്ത്രിയുടെ കാലത്താണ്? പത്താമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? വർഷവും എഴുതുക, വർഷവും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? അത് നിലവിൽ വന്ന വർഷവും എഴുതുക. 11ാമത്തെ ചോദ്യം: സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ, തെറ്റിപ്പോവാതെ പഠിക്കുക. ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ, അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ, അതിൻ്റെയും വർഷവും പഠിക്കുക. 12ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? 13ാമത്തെ ചോദ്യം: ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം? ഡേറ്റും പഠിച്ചു വെച്ചാൽ ഉപകാരമായിരിക്കും. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം? 14ാമത്തെ ചോദ്യം: നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? 15ാമത്തെ ചോദ്യം: കിൻഡർ ഗാർട്ടൻ എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കിൻഡർ ഗാർട്ടൻ എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? 16ാമത്തെ ചോദ്യം: മോണ്ടിസോറി എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഈ പറയുന്ന വിദ്യാഭ്യാസ പദ്ധതികളെല്ലാം കൃത്യമായി പഠിച്ചു വയ്ക്കുക, തെറ്റിപ്പോവരുത്. PSC എക്സാമുകൾക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ പറയാം: മോണ്ടിസോറി എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഈ ഒരു വിദ്യാഭ്യാസ പദ്ധതി ഏത് രാജ്യത്താണ് നിലവിൽ വന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടെ എഴുതുക. 17ാമത്തെ ചോദ്യം: ഇന്ത്യയിൽ സാട്ട്ലർ കമ്മീഷൻ നിലവിൽ വന്ന വർഷം?
സാഡ്ലർ എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു. അത് നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 18ാമത്തെ ചോദ്യം, വാർധ കമ്മിറ്റി നിലവിൽ വന്ന വർഷം. വാർധ കമ്മിറ്റി നിലവിൽ വന്ന വർഷം. 19ാമത്തെ ചോദ്യം, മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. 20ാമത്തെ ചോദ്യം, കോത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഈ പറഞ്ഞ 4 വർഷങ്ങളും, അതായത് സാഡ്ലർ കമ്മീഷൻ, അതുപോലെ തന്നെ വാർധ കമ്മിറ്റി, അതുപോലെ കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, ഇതിൻ്റെ എല്ലാം വർഷങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 19ാമത്തെ ചോദ്യം, മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. 20ാമത്തെ ചോദ്യം, കോത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷം. 21ാമത്തെ ചോദ്യം, ദേശീയ വിജ്ഞാന കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ദേശീയ വിജ്ഞാന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? 22ാമത്തെ ചോദ്യം, ദേശീയ വിജ്ഞാന കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ദേശീയ വിജ്ഞാന കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 23ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം. വർഷവും ഡേറ്റും എഴുതുക. വർഷവും ഡേറ്റും ഉൾപ്പെടെയാണ് PSC എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 24ാമത്തെ ചോദ്യം, സ്വീഡന്റെ സഹായത്തോടെ രാജസ്ഥാനിൽ ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? സ്വീഡന്റെ സഹായത്തോടെ രാജസ്ഥാനിൽ ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? 25ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ പൂർത്തീകരണമാണ് വിദ്യാഭ്യാസം എന്ന് വിദ്യാഭ്യാസത്തെ നിർവചിച്ചത് ആരാണ്? ഒരു വ്യക്തിയുടെ പൂർണ്ണതയുടെ പൂർത്തീകരണമാണ് വിദ്യാഭ്യാസം എന്ന് വിദ്യാഭ്യാസത്തെ നിർവചിച്ചത് ആരാണ്? 26ാമത്തെ ചോദ്യം, ജനനം മുതൽ മരണം വരെയുള്ള ഒരു തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് വിദ്യാഭ്യാസത്തെ നിർവചിച്ചത് ആരാണ്? ജനനം മുതൽ മരണം വരെയുള്ള ഒരു തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് വിദ്യാഭ്യാസത്തെ നിർവചിച്ചത് ആരാണ്? 27ാമത്തെ ചോദ്യം, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 28ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടന ഭേദഗതി പ്രകാരമാണ്? വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടന ഭേദഗതി പ്രകാരമാണ്? 29ാമത്തെ ചോദ്യം, ലോക പുസ്തക ദിനം എന്നാണ്? 29ാമത്തെ ചോദ്യമാണ്, ലോക പുസ്തക ദിനം എന്നാണ്? 30ാമത്തെ ചോദ്യം, വായനാ ദിനം എന്നാണ്? 30ാമത്തെ ചോദ്യമാണ്, വായനാ ദിനം എന്നാണ്? 31ാമത്തെ ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? അന്ന് ആരുടെ ജന്മദിനമാണെന്നും എഴുതുക. 32ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് നിലവിൽ വന്നത് കൊൽക്കട്ടയിലാണ്. ഇത് നിലവിൽ വന്ന വർഷം എഴുതുക. 32ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് കൊൽക്കട്ടയിലാണ്. ഇത് നിലവിൽ വന്ന വർഷം എഴുതുക. 33ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വനിതാ കോളേജ് ഏതാണ്? ഇത് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ വനിതാ കോളേജ് ഏതാണ്? ഇത് നിലവിൽ വന്നത് എവിടെയാണ്? 34ാമത്തെ ചോദ്യം, ശാന്തിനികേതൻ വിശ്വഭാരതിയായി തീർന്ന വർഷമേത്?
രവീന്ദ്രനാഥർ സ്ഥാപിച്ചതാണ് ശാന്തിനികേതൻ. ഇത് വിശ്വഭാരതിയായി മാറിയത് എന്നാണ്. 35-ാമത്തെ ചോദ്യം, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി നിയമം പാസാക്കിയ വർഷം. 35-ാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി നിയമം പാസാക്കിയ വർഷം. 36-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോ യൂണിവേഴ്സിറ്റി, അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് എന്നാണ്. വർഷവും ഡേറ്റും എഴുതുക. വർഷവും ഡേറ്റും സഹിതം PSC ചോദിച്ചിട്ടുണ്ട്. 36-ാമത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് എന്ന്. 37-ാമത്തെ ചോദ്യം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, അതായത് UGCയുടെ രൂപവൽക്കരണത്തിന് കാരണമായ കമ്മീഷൻ ഏത്? അതായത് ഇത് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു കമ്മീഷൻ നിലവിൽ വന്നത്. ഈ കമ്മീഷനെ പൊതുവെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? UGC, അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ രൂപവൽക്കരണത്തിന് കാരണമായ കമ്മീഷൻ ഏതാണ്? 38-ാമത്തെ ചോദ്യം, UGCയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? UGCയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? 40-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ആയുഷ് സർവകലാശാല നിലവിൽ വന്ന സംസ്ഥാനമേത്? ഇന്ത്യയിലെ ആദ്യ ആയുഷ് സർവകലാശാല നിലവിൽ വന്ന സംസ്ഥാനമേത്? 41-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ടെക്സ്റ്റൈൽ സർവകലാശാല നിലവിൽ വന്ന നഗരം. 41-ാമത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യ ടെക്സ്റ്റൈൽ സർവകലാശാല നിലവിൽ വന്ന നഗരം. 42-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാല നിലവിൽ വന്ന നഗരമേത്? 42-ാമത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാല നിലവിൽ വന്ന നഗരമേത്? 43-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ കാർഷിക യൂണിവേഴ്സിറ്റി ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ആദ്യ കാർഷിക യൂണിവേഴ്സിറ്റി ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? 44-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ പ്രതിരോധ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ പ്രതിരോധ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് എവിടെയാണ്? 45-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ പ്രവാസി സർവകലാശാല സ്ഥാപിതമായ സ്ഥലം. ഇന്ത്യയിലെ ആദ്യ പ്രവാസി സർവകലാശാല സ്ഥാപിതമായ സ്ഥലം. 46-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യ ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ സംസ്ഥാനമേത്? ഇന്ത്യയിലെ ആദ്യ ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ സംസ്ഥാനമേത്? 47-ാമത്തെ ചോദ്യം, കേരളത്തിലെ പ്രാചീന വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു കാന്തള്ളൂർ ശാല. ഈ കാന്തള്ളൂർ ശാല സ്ഥാപിച്ചത് ആരാണ്? 47-ാമത്തെ ചോദ്യമാണ് പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു കാന്തള്ളൂർ ശാല. ഇത് സ്ഥാപിച്ചത് ആരാണ്? 48-ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണ് എന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? 48-ാമത്തെ ചോദ്യമാണ് വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണ് എന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? 49-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ കോളേജ് സ്ഥാപിതമായ വർഷം. കേരളത്തിലെ ആദ്യ കോളേജ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. അത് സ്ഥാപിതമായ വർഷം. 50-ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? 50-ാമത്തെ ചോദ്യമാണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ഇന്നത്തെ 50 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ എഴുതിയെന്ന് കരുതുന്നു. ഞാൻ പഠിച്ചിട്ട് മാത്രം എഴുതാൻ പറഞ്ഞത്. ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങളും PSC ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും ഇത്രയും ചോദ്യങ്ങൾ മനഃപ്പാഠമാക്കുന്നത്. അതുപോലെ തന്നെ പഠിച്ചിട്ട് എഴുതുമ്പോൾ ഇതിലധികം ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലെത്തും. PSC നോക്കുന്ന അതേ രീതിയിൽ തന്നെ നോക്കുക. നമുക്കിനി ഇതിൻ്റെ ഉത്തരങ്ങളിലേക്ക് കടക്കാം. 1-ാമത്തെ ചോദ്യം, ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് കാരണമായ നിർദ്ദേശങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മെക്കാളെ മിനിറ്റ്സ്.
1835 മെക്കാളെ മീൻസ് നിലവിൽ വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ വർഷം. 1835 മെക്കാളെ മീൻസിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഇംഗ്ലീഷ് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായപ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? വില്യം ബെൻഡിക്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? വുഡ്സ് ഡെസ്പാച്ച്. 1854 വുഡ്സ് ഡെസ്പാച്ച് നിലവിൽ വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം? 1986. ആറാമത്തെ ചോദ്യം, തക്ഷശിലയുടെ അവശിഷ്ടങ്ങൾ കാണപ്പെട്ട സ്ഥലം? പാകിസ്ഥാനിലെ റാവൽപിണ്ടി. ഏഴാമത്തെ ചോദ്യം, നളന്ദ സർവകലാശാല ആക്രമിച്ചു നശിപ്പിച്ച ഭരണാധികാരി? ബക്തിയാർ ഖിൽജി. എട്ടാമത്തെ ചോദ്യം, അക്കാഡമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് ആരാണ്? പ്ലേറ്റോ. ഒമ്പതാമത്തെ ചോദ്യം, നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിതമായത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? രാജീവ് ഗാന്ധിയുടെ കാലത്താണ് നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിതമാകുന്നത്. ഇത് 1986 വർഷം ഓർത്തിരിക്കുക. 1986 നവോദയ വിദ്യാലയങ്ങൾ വരുന്നത്. ഇത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ? ഹണ്ടർ കമ്മീഷൻ നിലവിൽ വരുന്നത് പഠിച്ചു വയ്ക്കുക 1888 1882 ഓർത്തിരിക്കുക 1882. 11ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 നിലവിൽ വരുന്നത്. 12ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത്. ഇങ്ങനെ ഈ പദ്ധതിയെ വിശേഷിപ്പിച്ചത് മൻമോഹൻ സിംഗ് ആണ്. 13ാമത്തെ ചോദ്യം, ദേശീയ സാക്ഷരതാ മിഷൻ സ്ഥാപിതമായ വർഷം? 1888 മെയ് 5. 14ാമത്തെ ചോദ്യം, നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവാര്? മഹാത്മാഗാന്ധി. 15ാമത്തെ ചോദ്യം, കിൻഡർ ഗാർട്ടൻ എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ്? ഫെഡറിക് ആഗസ്റ്റ് ഫ്രോബലാണ് കിൻഡർ ഗാർട്ടൻ എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ്. 16ാമത്തെ ചോദ്യം, മോണ്ടിസോറി എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ്? മറിയ മോണ്ടിസോറി. 17ാമത്തെ ചോദ്യം, സാറ്റ്ലർ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? 1917. 18ാമത്തെ ചോദ്യം, വാർധ കമ്മിറ്റി നിലവിൽ വന്ന വർഷം? 1937. 19ാമത്തെ ചോദ്യം, മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? 1952-53 കാലത്താണ് മുതലിയാർ കമ്മീഷൻ നിലവിൽ വരുന്നത്. 20ാമത്തെ ചോദ്യം, കോത്താരി കമ്മീഷൻ നിലവിൽ വരുന്ന വർഷം? 1964 മുതൽ 66 വരെയായിരുന്നു കോത്താരി കമ്മീഷൻ ഇന്ത്യയിലുണ്ടായിരുന്നത്. 21ാമത്തെ ചോദ്യം, ദേശീയ വിജ്ഞാന കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന വ്യക്തി? സാം പിത്രോഡ. 22ാമത്തെ ചോദ്യം, ദേശീയ വിജ്ഞാന കമ്മീഷൻ നിലവിൽ വന്നത് 2005. ഓർത്തിരിക്കുക, ദേശീയ വിജ്ഞാന കമ്മീഷൻ നിലവിൽ വന്നത് 2005. എന്നാൽ PSC ചോദിച്ചിട്ടുണ്ട്, ഇത് റിപ്പോർട്ട് സമർപ്പിച്ചത് 2009. തെറ്റിപ്പോവരുത്. നിലവിൽ വന്നത് 2005, ഇത് റിപ്പോർട്ട് സമർപ്പിച്ചത് 2009. ഇതിൻ്റെ ചെയർമാനായിരുന്നു സാം പിത്രോഡ. 23ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്ന്? 2010 ഏപ്രിൽ 1. 24ാമത്തെ ചോദ്യം, സ്വീഡന്റെ സഹായത്തോടെ രാജസ്ഥാനിൽ ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതി? ലോക് ജുംബിഷ് പദ്ധതി. 25ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ പൂർത്തീകരണമാണ് വിദ്യാഭ്യാസം എന്ന് വിദ്യാഭ്യാസത്തെ നിർവചിച്ചത് ആരാണ്?
സ്വാമി വിവേകാനന്ദൻ. 26ാമത്തെ ചോദ്യം, ജനനം മുതൽ മരണം വരെയുള്ള ഒരു തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് വിദ്യാഭ്യാസത്തെ നിർവചിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. 27ാമത്തെ ചോദ്യം, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൈസൂർ. 28ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1976 42ാം ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതും ഈ ഒരു ഭേദഗതിയാണ്. 29ാമത്തെ ചോദ്യം, ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. ഷേക്സ്പിയറുടെ മരണദിനവും ജന്മദിനവും അന്ന് തന്നെയാണ്. 30ാമത്തെ ചോദ്യം, വായനാ ദിനം എന്നാണ്? ജൂൺ 19. 32ാമത്തെ ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. 32ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് കൊൽക്കട്ടയിലാണ്. ഇത് നിലവിൽ വന്ന വർഷം 1835 ഇന്ത്യയിൽ ആദ്യമായി മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊൽക്കട്ടയിലാണ്. 33ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വനിതാ കോളേജ് ഏതാണ്? അത് എവിടെയാണ് നിലവിൽ വന്നത്? വർഷവും എഴുതുക. വർഷം ഞാൻ പറഞ്ഞിരുന്നില്ല, വർഷവും ഒന്ന് ഓർത്തു വയ്ക്കുക. ബെദുൻ കോളേജാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ്. ഇത് നിലവിൽ വരുന്നത് കൊൽക്കട്ടയിലാണ്. ഇത് നിലവിൽ വന്നത് ഓർത്തിരിക്കുക 1879. 34ാമത്തെ ചോദ്യം, 1901 സ്ഥാപിച്ച ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയത് 1921. 35ാമത്തെ ചോദ്യം, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയ വർഷം? 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി നിയമം പാസ്സാക്കിയത്. 36ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നതെന്ന്? 1985 സെപ്റ്റംബർ 20. 37ാമത്തെ ചോദ്യം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതായത് UGC രൂപവൽക്കരിക്കുന്നതിന് കാരണമായ കമ്മീഷൻ ഏതാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇതിൻ്റെ തലപ്പത്തിരുന്നത് ഡോക്ടർ രാധാകൃഷ്ണനാണ്. അതിനാൽ തന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നതും ഇതിനെ തന്നെയാണ്. 38ാമത്തെ ചോദ്യം, UGCയുടെ ആദ്യ ചെയർമാൻ? ശാന്തി സ്വരൂപ് ഭട്നഗർ. 39ാമത്തെ ചോദ്യം, ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ? G. പാർത്ഥസാരഥി കമ്മീഷൻ. 40ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ആയുഷ് സർവകലാശാല സ്ഥാപിതമായ സംസ്ഥാനം? ഹരിയാന. 41ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ടെക്സ്റ്റൈൽ സർവകലാശാല സ്ഥാപിതമായ നഗരം? സൂററ്റ്. 42ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാല സ്ഥാപിതമായ നഗരം? വഡോദര. 43ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ കാർഷിക യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ഉത്തരാഖണ്ഡിലാണ്. ഇത് ആരുടെ പേരിലാണ് സ്ഥാപിതമായത് എന്നാണ് ചോദിച്ചിരുന്നത്. ഗോവിന്ദ് വല്ലഭ് പാന്ത് എന്ന വ്യക്തിയുടെ പേരിലാണ് ഈ ഒരു സർവകലാശാല സ്ഥാപിതമായത്. 44ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ പ്രതിരോധ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെയാണ്? ഹരിയാനയിലെ ഗുർഗാവ്. ബിനോല ഗ്രാമം എന്നും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഹരിയാനയിലെ ഗുർഗാവിൽ ബിനോല ഗ്രാമത്തിലാണ്. 45ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ പ്രവാസി സർവകലാശാല സ്ഥാപിതമായ സ്ഥലം? ബംഗളൂരു. 46ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ സംസ്ഥാനം? കേരളം. 47ാമത്തെ ചോദ്യം, പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു കാന്തല്ലൂർ ശാല. ഇത് സ്ഥാപിച്ചത് ആരാണ്? കരുനന്ദടയ്ക്കൻ. 48ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണ് എന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി? റാണി ഗൗരി പാർവതി ഭായ്. 49ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ കോളേജ് ആയ CMS കോളേജ് ഇത് സ്ഥാപിതമായ വർഷം? 1840. ഇത് സ്ഥാപിതമായത് കോട്ടയം ജില്ലയിലാണ്. 50ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്
തുടക്കം കുറിച്ച ഭരണാധികാരി? സ്വാതി തിരുനാൾ. ഇതിൻ്റെ വർഷവും ചോദിച്ചിട്ടുണ്ട്. 1834. ഇന്നത്തെ 50 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ എഴുതിയെന്ന് കരുതുന്നു. ആൻസർ കൃത്യമായി എഴുതിയതിന് ശേഷം സ്വയം വിലയിരുത്തി അതിനുശേഷം ഗ്രൂപ്പുകളിലിടുക. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.